ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്ന ഒരു എഫൈൻ ട്രാൻസ്ഫർമേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതായത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് എഫൈൻ ജോമെട്രി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു എനി സ്ട്രെയിറ്റ് ലൈൻ ക്യാൻ ബി മാപ്ഡ് ടു എനി അതർ സ്ട്രെയിറ്റ് ലൈൻ ബൈ സം എഫൈൻ ട്രാൻസ്ഫർമേഷൻ. ഇനി ഈ ഇതുപോലെ കോണിക്കിൻ്റെ കേസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെയാണ് കോണിക്സ് അതായത് എലിപ്സ്, ഹൈപ്പർബോള, പരാബോള ഇതെല്ലാം എന്തിലേക്ക് മാപ്പ് ചെയ്യും, അഫൈൻ ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ അത് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഒരു കോണിക്കിൻ്റെ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കുന്നത്: എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ഡി വൈ പ്ലസ് എച്ച് ഈക്വൽ ടു 0. വേറെ ഈ എ ബി സി എഫ് ജി എച്ച് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇത് മൂന്നും എ ബി സി എപ്പോഴും എല്ലാം 0 ആകാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബി സ്ക്വയർ മൈനസ് 4ac കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 0 കിട്ടിയാൽ ഈ കോണിക്ക് ഒരു പരാബോള ആയിരിക്കും. ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതൊരു എലിപ്സ് ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതൊരു ഹൈപ്പർബോള ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഒരു എലിപ്സ് എടുത്തിട്ട് ഈ ഒരു ഇക്വേഷനുള്ള ഒരു എലിപ്സ് എടുത്തിട്ട് ആ എലിപ്സിനെ അഫൈൻ ട്രാൻസ്ഫർമേഷൻ എങ്ങോട്ടേക്ക് മാറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എലിപ്സ് കൺസിഡർ ചെയ്യുന്നു. ആ എലിപ്സിനെ അതിൻ്റെ സെൻറ്റർ എവിടെയെങ്കിലും കോർഡിനേറ്റ് പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ സെൻറ്റർ കിടക്കുന്നുണ്ടാകുക. അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പാരലായിട്ട് മൂവ് ചെയ്യിക്കുക. അതിനെ പാരലായിട്ട് മൂവ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഈ നമ്മളെ കോർഡിനേറ്റ് പ്ലെയിനിൻ്റെ ഒറിജിനെ കോയിൻസൈഡ് ചെയ്യത്തക്ക വിധത്തിൽ ഇതിനെ കൊണ്ടുപോയി വെക്കുക. അപ്പം നമുക്കറിയാം ട്രാൻസ്ലേഷണൽ എഫൈൻ ട്രാൻസ്ഫർമേഷനാണ്. സോ ഇപ്പം നിങ്ങൾ മാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു എഫൈൻ ട്രാൻസ്ഫർമേഷനിലാണ്. ഇനി എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേജർ ആക്സിസ് എക്സ് ആക്സിസും മൈനർ ആക്സിസ് വൈ ആക്സിസും ആകത്തക്ക വിധത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേഷൻ ഒരു യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷനാണ്. സോ ദാറ്റ്സ് ആൻ എഫൈൻ ട്രാൻസ്ഫർമേഷൻ. സോ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഇങ്ങനെ സെൻറ്റർ ഒറിജിനാക്കുകയും മേജർ ആക്സിസ് എക്സ് ആക്സും മൈനർ ആക്സിസ് വൈ ആക്സും ആക്കിയാൽ ആ എലിപ്സിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും. സ്റ്റാൻഡേർഡ് എലിപ്സ് ആയിരിക്കും അത്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, വേർ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ 0. എയും ബിയും ഒരു നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും അതിനുണ്ടാവുക. ഇനി നമ്മൾ അടുത്ത ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷനാണ് T1 ഫ്രം എക്സ് വൈ ടു എക്സ് ഡാഷ് വൈ ഡാഷ്, വേർ എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു 1/a 0 0 1/b എക്സ് വൈ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ വൈ ബൈ ബി, ദാറ്റ് ഈസ് എക്സ് ഡാഷ് x by a, y dash y by b. So x by, so this is equal to x dash plus x by a ക്ക് x dash കൊടുത്തു. അപ്പോൾ ഇതെന്തായി മാറി? ഇത് ട്രാൻസ്ഫോം ചെയ്ത് x by a ക്ക് x dash ആയി മാറി. x dash is സ്ക്വയർ. y by b ക്ക് y dash ആണെന്ന് പറയുമ്പോൾ y dash സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും, വിച്ച് ഇസ് എ സർക്കിൾ. സോ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവരി എലിപ്സ് ഈസ് അഫൈൻ കോൺഗ്രുവൻറ്റ് ടു യൂണിറ്റ് സർക്കിൾ വിത്ത് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ട്രാൻസ്ലേഷനാണ് നടത്തിയത്, പിന്നെ റൊട്ടേഷൻ നടത്തി, പിന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ എടുത്തു. ഈ മൂന്നെണ്ണവും അഫൈൻ ട്രാൻസ്ഫർമേഷനാണ്. നമുക്കറിയാം അഫൈൻ ട്രാൻസ്ഫർമേഷൻ്റെ കോമ്പോസിഷനും അഫൈൻ ട്രാൻസ്ഫർമേഷനാണ്. സോ നമ്മൾ ആ എലിപ്സിൽ ഒരു കോമ്പോസിഷൻ അഫൈൻ ട്രാൻസ്ഫർമേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്തു. സോ എവരി എലിപ്സ് ഈസ് അഫൈൻ കോൺഗ്രുവൻറ്റ് ടു ദി യൂണിറ്റ് സർക്കിൾ വിത്ത് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ
എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ഇക്വേഷൻ നേരത്തെ എടുത്ത ax²+by²+2 ആ വലിയ ഇക്വേഷൻ അത് ഒരു ഹൈപ്പർബോളേനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു എന്നാണ് നോക്കുക. അപ്പോൾ ഒരു ജനറലായിട്ട് ഒരു ഹൈപ്പർബോളയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒറിജിൻ സെൻറ്റർ ഇതാണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേഷൻ നടത്തുക പറഞ്ഞാൽ പാരലായിട്ട് മൂവ് ചെയ്യിച്ചിട്ട് ഈ സെൻറ്റർ ഇതിൻ്റെ ഒറിജിനിൽ കോയിൻസൈഡ് ചെയ്യത്തക്ക വിധത്തിൽ ഇതിനെ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം അടുത്തതായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേജർ ആക്സിസ് അതായത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസും കോഞ്ചുഗേറ്റ് ആക്സിസ് വൈ ആക്സിസും ആകത്തക്ക വിധത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം T1 എന്നുള്ള മാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാപ്പ് ഇവിടെ പറഞ്ഞ ഈ മാപ്പ് അപ്ലൈ ചെയ്യുക. ഒറിജിൻ സെൻറ്ററും പിന്നെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസും കോഞ്ചുഗേറ്റ് ആക്സിസ് വൈ ആക്സിസും ആക്കി കഴിഞ്ഞാൽ ആ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x² - a² - b² = 1 ആയിരിക്കും. അവിടെ ഈ T1 എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫർമേഷൻ ഇതൊരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. ഇത് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്താൽ x' = x/a y' = y/b. അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും x² - y² = 1. ഇതിനെ വീണ്ടും ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക. x' - y' × x' + y' = 1. ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു T2 എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ x' y' = x"' y"', where x"' y"' = 1 - 1 1 1 x' y'. ഇത് ചെയ്താൽ എന്ത് കിട്ടും? x' - y'. അപ്പോൾ ഇത് ചെയ്താൽ x' - y' എന്ന് പറയുന്നത് x" ആവും. അപ്പോൾ ഇത് x" ആയി മാറി. x' + y' = y" ആയി മാറി. സോ x" y" = 1. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. സോ നമ്മൾ ഇവിടെ നടത്തിയ ട്രാൻസ്ലേഷനും റൊട്ടേഷനും അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. പിന്നെ നിങ്ങൾ വേറെ 2 അഫൈൻ ട്രാൻസ്ഫർമേഷൻ കൂടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പോസിഷനും ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പോൾ ഒരു ജനറലായിട്ട് ഒരു ഹൈപ്പർബോള എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് XY = 1 എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഹൈപ്പർബോളയിലേക്ക് ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ കോമ്പോസിഷൻ ഓഫ് അഫൈൻ ട്രാൻസ്ഫർമേഷൻ കൺസിഡർ ചെയ്യാൻ കഴിഞ്ഞു. സോ നമുക്ക് പറയാം എവറി ഹൈപ്പർബോള ഈസ് അഫൈൻ കോൺഗ്രുവൻറ്റ് ടു റെക്ടാങ്കുലർ ഹൈപ്പർബോള വിത്ത് ഇക്വേഷൻ XY = 1 കിട്ടി. അടുത്ത ലാസ്റ്റ് വൺ നമ്മളെ ഇക്വേഷൻ പരാബോളയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് b² - ax² + by² + cxy ആ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ where b² - 4ac = 0 ആവുന്ന കേസിൽ അതൊരു പരാബോളയായിരിക്കും. അങ്ങനെ ഒരു പരാബോള കിട്ടിക്കഴിഞ്ഞാൽ പരാബോളേനെ ആദ്യം തന്നെ അതിൻ്റെ വേർട്ടെക്സ് ഇതിന് ട്രാൻസ്ലേഷൻ നടത്തുക. അതായത് പാരലായിട്ട് മൂവ് ചെയ്യിച്ചിട്ട് ഇതിൻ്റെ വെർട്ടെക്സ് ഒറിജിനിൽ എത്തുന്ന വിധത്തിൽ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസിനോട് കോയിൻസൈഡ് ചെയ്യുന്ന തരത്തിൽ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവെക്കുക. അതിനുശേഷം ഈ T3 എന്ന് പറയുന്ന ഈ മാപ്പ്, അതായത് 1/a 0 0 1/a xy, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ x' = x/a y' = y എന്ന് കിട്ടും. അതായത് നമ്മൾ ഫസ്റ്റ് എടുത്ത പരാബോളയെ നമ്മൾ സെൻറ്റർ വെർട്ടെക്സ് സെൻറ്ററിലും ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ y² = ax എന്നായിരിക്കും. അതിനുശേഷം ഈ ഒരു T3 എന്ന് പറയുന്ന ഈ ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ x' = x/a y' = y/a എന്നും കിട്ടും. അതിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ y'(a² = a x'(a²) that is x'(a) സ്ക്വയർ ഇല്ല. സോ y'² a²ഉം a²ഉം കട്ട് ചെയ്തു പോയാൽ y'² = x എന്ന് കിട്ടും, x' എന്ന് കിട്ടും. ഡാഷ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ y² = x എന്നുള്ള
സ്റ്റാൻഡേർഡ് പരാബോള കിട്ടും. അതാണ് ഈ T3 എന്നുള്ള ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് പരാബോളയാക്കി മാറ്റി. സോ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് ഏത് പരാബോള എടുത്തിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് അഫൈൻ കോൺഗ്രുവൻറ്റ് ടു ദി പരാബോള വിത്ത് ഇക്വേഷൻ x² = x. ഇപ്പം നമ്മൾ 3 തിയറം പ്രൂവ് ചെയ്തു. ഫസ്റ്റത്തെ തിയറത്തിൽ എവറി എലിപ്സ് ഈസ് അഫൈൻ കോൺഗ്രുവൻറ്റ് ടു യൂണിറ്റ് സർക്കിൾ. സെക്കൻഡ്, ഹൈപ്പർബോള ഈസ് അഫൈൻ കോൺഗ്രുവൻറ്റ് ടു എ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഓഫ് ദി ഫോം xy = z². മൂന്നാമത്തത്, every parabola is affine congruent to parabola with the equation y² = x. സോ ഈ 3 തിയറത്തിൽ നിന്നും കൂടി നമുക്ക് പറയാം ഏത് പരാബോള എടുത്തിട്ടുണ്ടെങ്കിലും അത് അഫൈൻ കോൺഗ്രുവൻറ്റ്, ഏത് പരാബോള എടുത്താലും അത് y² = x-നോട് അഫൈൻ കോൺഗ്രുവൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പരാബോളാസും അഫൈൻ കോൺഗ്രുവൻറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. അതുപോലെ എല്ലാ എലിപ്സും അഫൈൻ കോൺഗ്രുവൻറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ഓർമ്മിക്കുക, സർക്കിൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് ഓഫ് എലിപ്സ് ആണ്. അപ്പോൾ x² + y² = 1 എന്ന് പറയുന്ന സർക്കിളിനോട് അഫൈൻ കോൺഗ്രുവൻറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് എലിപ്സുകൾ തമ്മിൽ ഏത് 2 എലിപ്സ് എടുത്താലും അഫൈൻ കോൺഗ്രുവൻറ്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ ഹൈപ്പർബോളേൻ്റെ കേസിൽ ഏത് 2 ഹൈപ്പർബോള എടുത്തിട്ടുണ്ടെങ്കിലും അത് രണ്ടും അഫൈൻ കോൺഗ്രുവൻറ്റ് ടു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. സോ എല്ലാ ഹൈപ്പർബോളാസും അഫൈൻ കോൺഗ്രുവൻറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോണിക്ക് മറ്റൊരു കോണിക്കിനോട് അഫൈൻ കോൺഗ്രുവൻറ്റ് ആയിരിക്കുമോ എന്നാണ്. അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം എന്താ പറയുക, ഒരു പരാബോളയും ഒരു ഹൈപ്പർബോളയും എടുത്താൽ പരാബോളയ്ക്ക് ഒരു ബ്രാഞ്ചാണുള്ളത്, ഹൈപ്പർബോളയ്ക്ക് 2 ബ്രാഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഒരു ബ്രാഞ്ച് ഉള്ളതിന് 2 ബ്രാഞ്ച് ഉള്ളതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എലിപ്സ് എടുക്കുകയാണെങ്കിൽ എലിപ്സ് ബൗണ്ടഡ് ആണ്, പരാബോളയും ഹൈപ്പർബോളയും അൺബൗണ്ടഡ് ആണ്. സോ ബൗണ്ടഡിനെ അൺബൗണ്ടഡിലേക്കോ അല്ലെങ്കിൽ അൺബൗണ്ടഡിനെ ബൗണ്ടഡിലേക്കോ മാപ്പ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്, അതായത് ഒരു പരാബോളയും ഒരു ഹൈപ്പർബോളയും അഫൈൻ കോൺഗ്രുവൻറ്റ് ആയിരിക്കുമോ എന്നുള്ള ചോദ്യത്തിനും, ഇങ്ങനെ ഏത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണിക്കുകൾ തമ്മിൽ അഫൈൻ കോൺഗ്രുവൻറ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്തി. തിയറം 4 പറയുന്നത് ഇതാണ്: അഫൈൻ ട്രാൻസ്ഫർമേഷൻ മാപ്സ് എലിപ്സസ് ടു എലിപ്സസ്, പരാബോളാസ് ടു പരാബോളാസ് ആൻഡ് ഹൈപ്പർബോളാസ് ടു ഹൈപ്പർബോളാസ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ ഡീജനറേറ്റ് കോണിക് എടുക്കുന്നു വിത്ത് ഇക്വേഷൻ ax² + bxy + cy² + fx + gy + h = 0. ഇനി ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുന്നു t from x to x' given by x' = ax + b, വേർ അഫൈൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ a ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിൻ്റെ വിത്ത് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ t inverse from x' to x given by x = a inverse x' - a inverse b. ഇതിനെ നമുക്ക് ഈ A ഇൻവേഴ്സ് സേ PQRS ആണെന്ന് വിചാരിക്കുക. അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ, അതൊരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും, ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷനും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെഴുതാം. അവിടെ PQRS ഒക്കെ എന്തോ ആവട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, x = px' + qy' + uവും y = rx' + sy' + vയും അതെടുത്തിട്ട് അത് നേരത്തെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് കാണുക. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് കണ്ടാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ഉണ്ടാകുക. അത് എങ്ങനെ ചെയ്തു എന്നൊന്നും ഉള്ളത് നമുക്ക് ആവശ്യമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അത് കോംപ്ലിക്കേറ്റഡ് ആണ് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് മാത്രം മതി. സോ ഇതാണ് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ്. ഇതിൽ PS - RQ² എന്ന് പറഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം B² - 4AC സൈൻ ആയിരിക്കും ഈ PS - RQ² × B² - 4AC ഉണ്ടായിരിക്കുക. അപ്പോൾ ഒറിജിനൽ ഇത് B² - 4AC <0 ആണെങ്കിൽ ഇതിൻ്റെ സൈനും <, ആയിരിക്കും. ദാറ്റ് മീൻസ് ഒറിജിനൽ എലിപ്സ് ആണെങ്കിൽ ഈ ട്രാൻസ്ഫർമേഷന് ശേഷം കിട്ടുന്നത് എലിപ്സ് തന്നെയായിരിക്കും. അതുപോലെ B² - 4AC 0 ആണെങ്കിൽ ഇത് 0 ആകും. അപ്പോൾ ഒറിജിനൽ പരാബോള ആണെങ്കിൽ ഇത്
പരാബോള തന്നെയായിരിക്കും. ഇനി ഒറിജിനലിൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. ഇവിടെയും അപ്പോൾ എന്തായിരിക്കും, ഇത് ഹോൾ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ഇത് ഹൈപ്പർബോള ആയിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു കേസ് വരുന്നത് ഡീജനറേറ്റ് കേസ് വന്നു പോകുന്നു. അതായത് നോൺ ഡീജനറേറ്റ് നിന്ന് ഡീജനറേറ്റിലേക്ക് മാപ്പ് ചെയ്യും. ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പെയർ ഓഫ് ലൈൻസ്, അല്ലെങ്കിൽ സിംഗിൾ ലൈന്, അല്ലെങ്കിൽ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഒരു എംപ്റ്റി സെറ്റ്. പക്ഷേ നമുക്കറിയാം അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ടി ഇൻവേഴ്സ് മാപ്സ് ലൈൻസ് ടു ലൈൻസ് ആണ്. അപ്പം ഇപ്പം ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഡീജനറേറ്റ് കേസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുക. തിരിച്ച് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൽ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിലേക്ക് തന്നെയുള്ളൂ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ പ്രശ്നം വരും. കാരണം നമ്മൾ കോണിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡീജനറേറ്റ് കേസും വരില്ല. ഇപ്പം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അഫൈൻ geometry all ellipses are congruent to each other, all hyperbolas are congruent to each other, all parabolas are congruent to each other. Non-degenerate conics are congruent only to non-degenerate conics of the same type. Same type ആയിരിക്കും, non-degenerate ആയിരിക്കും. അതായത് ഒരു non-degenerate conic congruent to ഒരു നോൺ ഡീജനറേറ്റ് കോണിക് ഓഫ് ദി എന്ത് ടൈപ്പ് ആയിരുന്നോ ആ ടൈപ്പ് തന്നെ. എന്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, പരാബോളയാണോ, ആ ടൈപ്പ് തന്നെയായിരിക്കും. സോ നമ്മളെ തിയറം ഇവിടെ പ്രൂവ് ചെയ്തു. An affine transformation map ellipses to ellipses, parabolas to parabolas and hyperbolas to hyperbolas. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അഫൈൻ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന ആ റിലേഷൻ ഇതിപ്പം സെറ്റ് ഓഫ് നോൺ ഡീജനറേറ്റ് കോണിക്സുകളുടെ കളക്ഷൻ ആണ് ഇതെങ്കിൽ ഇതിനെ ഡിസ്ജോയിന്റ് ഇക്വലൻസ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു ക്ലാസ്സിൽ എലിപ്സസ് ആയിരിക്കും, ഒരു ക്ലാസ്സിൽ ഹൈപ്പർബോള ആയിരിക്കും, ഒരു ക്ലാസ്സിൽ പരാബോള ആയിരിക്കും. ഇങ്ങനെ ഡിസ്ജോയിന്റ് ആയിട്ട് സെറ്റ് ഓഫ് നോൺ ഡീജനറേറ്റ് കോണിക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോന്നിൻ്റെയും ഈ എലിപ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് x² + y² = 1, ഹൈപ്പർബോളയുടെ റെപ്രസെൻറ്റേറ്റീവ് xy = 1, പരാബോളേൻ്റെ റെപ്രസെൻറ്റേറ്റീവ് y² = x. അപ്പോൾ ഇവിടുന്ന് ഏത് പരാബോള എടുത്താലും അത് y² = x അഫൈൻ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ആ ഒരു പരാബോളേൻ്റെ എന്തെങ്കിലും ഒരു അഫൈൻ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് y² = x പ്രൂവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു ഹൈപ്പർബോളേൻ്റെ ഏതെങ്കിലും ഒരു അഫൈൻ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ xy = 1 എന്നുള്ള ഹൈപ്പർബോളയ്ക്ക് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള എല്ലാ ഹൈപ്പർബോളയ്ക്കും ആ പ്രോപ്പർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ എലിപ്സിൻ്റെ കേസിലും അങ്ങനെ. സോ അതാണ് ഇങ്ങനെ ഈ 3 തിയറത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് കേസിൽ പ്രൂവ് ചെയ്തിട്ട് അതിനെ സാധാരണ ഒരു നോർമൽ കോണിക്കിൻ്റെ കേസിലേക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ദി പ്രോപ്പർട്ടി ഓഫ് ബീയിങ് ദി സെൻറ്റർ ഓഫ് ആൻ എലിപ്സ് ഓർ ഹൈപ്പർബോള ഈസ് ആൻ അഫൈൻ പ്രോപ്പർട്ടി. സോ ഒരു അഫൈൻ ഇവിടെ റീകോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരാബോളയ്ക്ക് സെൻറ്റർ ഇല്ല, വേർട്ടെക്സ് ഉള്ളത്. അപ്പം സെൻറ്ററിനെ കുറിച്ചുള്ള തിയറമാണ്. അപ്പോൾ സെൻറ്റർ ഹൈപ്പർബോളയ്ക്കും സെൻറ്റർ ഉണ്ട്, എലിപ്സിനും സെൻറ്റർ ഉണ്ട്. സോ എലിപ്സിനെയും ഹൈപ്പർബോളേനെയും കുറിച്ചിട്ടുള്ള തിയറമാണ് ഈ തിയറം 5. Let T be an affine transformation and let C be an ellipse or hyperbola with center R, then T of C has center T of R. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എലിപ്സിൻ്റെ കേസിൽ നമ്മളിത് പ്രൂവ് ചെയ്യും. ഹൈപ്പർബോളേൻ്റെ സിമിലർ റിസൾട്ട് തന്നെയാണ്, സിമിലർ പ്രൂഫും തന്നെയാണ്. അതുകൊണ്ട് ഹൈപ്പർബോള നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, നമ്മൾ എലിപ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ സി എന്ന് പറയുന്ന എലിപ്സ് കൺസിഡർ ചെയ്തു. അതിൻ്റെ ഇമേജ് അണ്ടർ ടി, ഈ അഫൈൻ ട്രാൻസ്ഫർമേഷൻ്റെ അതിൻ്റെ ഇമേജ് C' ആണെന്ന് എടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എലിപ്സിനെ എലിപ്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. സോ സീനെ C' മാപ്പ് ചെയ്യുന്ന അഫൈൻ ട്രാൻസ്ഫർമേഷൻ എടുക്കുന്നു. ഈ പോയിന്റ് അതിൻ്റെ സെൻറ്റർ ആറിനെ
സെൻറ്റർ ആർ എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പി ഡാഷ് എടുക്കുന്നു, സി ഡാഷിൽ ഒരു പോയിന്റ് പി ഡാഷ് എടുക്കുന്നു. പി ഡാഷ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിയിലുള്ള ഏതോ ഒരു പോയിന്റ് പിന്റെ ഇമേജ് ആയിരിക്കും. ആ പോയിന്റിനെ പി എന്ന് വിളിക്കുന്നു. ആറ് സെന്റർ ആയതുകൊണ്ട് ഇവിടുന്ന് പിനെ ആറിന് അബൌട്ട് ആയിട്ട് പൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെത്തും, വിച്ച് ഇസ് സിയിൽ തന്നെയുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഇത് സെന്ററിന്റെ ഡെഫിനിഷൻ ആണ്. പിന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ക്യൂയിലേക്ക് എത്തുന്ന ഈ ലൈൻ അതിന്റെ ഈ ലൈൻ ആറിനെ 1/1 റേഷ്യോ 1:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെ ക്യൂ ഡാഷിലെത്തി. സോ ഈ ക്യൂവിന്റെ ഇമേജ് ടി ഓഫ് ക്യൂ, അത് ക്യൂ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഓൺ സി ഡാഷ് ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആർ ഡാഷ് അതിന്റെ ആറിന്റെ ഇമേജ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നൗ ഈ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ പ്രിസർവ്സ് റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് ലൈൻസ് ആണ്. സോ ദി ലൈൻ ഈ പി ആർ ക്യൂ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് പി ഡാഷ് ആർ ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിലേക്ക് മാപ്പ് ചെയ്യും. മാപ്പിംഗ് പ്രിസർവ്സ് റേഷ്യോ ഓഫ് ലെങ്ത് ആയതുകൊണ്ട് ഈ പി ഡാഷ് ആർ ഡാഷ് ഈക്വൽ ടു ആർ ഡാഷ് ക്യൂ ഡാഷ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് സെന്ററിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഇങ്ങനെ പൈ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ക്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ പി ആർ ഈക്വൽ ടു ആർ ക്യൂ എന്നുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയും പി ഡാഷ് ആർ ഡാഷ് ഈക്വൽ ടു ആർ ഡാഷ് ക്യൂ ഡാഷ് ഈക്വൽ ആയിരിക്കും. ഈ പി ഡാഷ് ആർ ഡാഷിന് ത്രൂ റൊട്ടേറ്റ് ചെയ്താൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇറ്റ് മസ്റ്റ് ഗോ ടു ക്യൂ ഡാഷ് ഓൺ സി ഡാഷ്. ഇനി പി ഡാഷിന് നമ്മൾ സി ഡാഷിൽ വെറുതെ ഒരു പോയിന്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് സി ഡാഷിൽ ഏത് പോയിന്റ് വേണമെങ്കിലും ആകാം. അപ്പം പി എന്ന് പറയുന്നത് ടി ഇൻവേഴ്സ് പി ഡാഷ് ആണ് ആൻഡ് ക്യൂ, ബട്ട് ദി പോയിന്റ് ആർ ഈസ് ഓൾവേസ് ദി സെയിം. പിയും ക്യൂവും ഒക്കെ മാറ്റമുണ്ട്, പി ഡാഷ് ക്യൂ ഡാഷ് ഒക്കെ മാറ്റമുണ്ട്, പക്ഷെ ആറ് ഫിക്സഡ് ആണ്, ആറ് അതിന്റെ സെന്റർ ആണ്. സോ മിഡ് പോയിന്റ് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ഈസ് ഓൾവേസ് ദി സെയിം പോയിന്റ്. പി ഡാഷ് വേരി ചെയ്താലും ഇതിന്റെ മിഡ് പോയിന്റ് വരുന്നത് എപ്പോഴും ആർ ഡാഷ് ആയിട്ട് തന്നെയാണ്. So the midpoint P dash Q dash is always the same point R dash equal to T of under T R ന്റെ ഇമേജ് ആയിരിക്കും T dash എന്ന് പറയുന്നത്. So R dash equal to T of R is the center of C dash. ഇതും കൂടി പറയാം. ഈ ഇവിടെ വെച്ചിട്ട് പി ഡാഷിന് 180 ഡിഗ്രി ആർ ഡാഷിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂ ഡാഷിലെത്തും. നമ്മൾ പി ഡാഷ് ഇവിടെ ചൂസ് ചെയ്യുന്നത് സി ഡാഷിലുള്ള സി ഡാഷിൽ വേരി ചെയ്യുന്നുണ്ട്. പി ഡാഷ് ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. എവിടെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആർ ഡാഷ് ഒരു അതിന്റെ ഇമേജസും ഇവിടെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ആർ എന്ന് പറയുന്ന സെന്റർ മാറുന്നില്ല. സോ ടി ഓഫ് ആർ എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ തന്നെയായിരിക്കും. ഇവിടെ പി ആർ ബൈ ആർ ക്യൂ ഈക്വൽ ടു 1 ആണ്. സോ പി ഡാഷ് ആർ ഡാഷ് ബൈ ആർ ഡാഷ് ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും.